ഞങ്ങൾ പുറത്തു പോയിട്ട് വന്ന ഭാവിക്ക് പിന്നെ ഞങ്ങൾ കണ്ട ഭയങ്കര സന്തോഷമാണ്. ആൾക്ക് കുറച്ച് കാലം മുമ്പ് വരെ റാഷസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു കേട്ടോ. ഞാനിപ്പം ബേബിക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൂക്കോൻ്റെ ബേബി വൈപ്സും അതേപോലെ തന്നെ കഡിൽസിൻ്റെ ഡൈപ്പേഴ്സും ആണ്. ഞാൻ വേറെ പല ബ്രാൻഡിൻ്റെ ഡൈപ്പേഴ്സ് ട്രൈ ചെയ്തെങ്കിലും എനിക്ക് കഡിൽസ് ആണ് ആക്ച്വലി കുറച്ച് ബെസ്റ്റ് ആയിട്ട് തോന്നിയതും. അതേപോലെ തന്നെ ആൾക്ക് അങ്ങനെ റാഷസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ വരുന്നുമില്ല. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രോപ്പർ ടൈമിൽ തന്നെ ഡൈപ്പർ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ആ ഭാഗം വെറ്റായിട്ട് വെക്കാതെ മാക്സിമം ഡ്രൈ ആയിട്ട് വെക്കാൻ തന്നെ സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ട്രൈ ചെയ്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എനിക്ക് സീറോ നോളജ് ആയിരുന്നു കുക്കിങ്ങിൽ. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പൊട്ടറ്റോ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന ഒരു സോട്ട് ശേഷം ഞാൻ പൊട്ടറ്റോയും അതേപോലെ തന്നെ ഉള്ളി ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മസാലാസ് ഇട്ട് കൊടുക്കുക. അത് കുക്കറിൽ വെച്ച് നമുക്ക് ആവശ്യാനുസരണം അത് വേവിച്ചെടുക്കുക. നമുക്ക് ദോശയിലും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കേട്ടോ.